അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റീഡിങ് ഫ്രം ഫ്രിഞ്ചസിലെ ലാസ്റ്റ് മൊഡ്യൂൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യാവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതിലെ നമുക്ക് മൊത്തം 4 ചാപ്റ്ററാണുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണിത്, ലാസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഇതിൻ്റെ പേര് എൻട്രിവേഴ്സ് ടു അഡൾട്ട്ഹുഡ് എന്നാണ്. ഇത് എൻട്രിവേഴ്സ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ. അപ്പോൾ ചൈൽഡ്ഹുഡ് ടു അല്ലെങ്കിൽ അഡൾട്ട്ഹുഡ്, ചൈൽഡ്ഹുഡ് തൊട്ട് അഡൾട്ട്ഹുഡ് വരെ ബിറ്റ്വീൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ എൻട്രിവേഴ്സ് ടു അഡൾട്ട്ഹുഡ്. ഇതൊരു മാലിനി ചിപ്പിൻ്റെ ഒരു സ്റ്റോറിയാണിത്. മാലിനി ചിപ്പിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. ഇതാണ് മാലിനി ചിപ്പ്. ഇവർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവർ വീൽ ചെയറിലാണ്. ഒരു എന്താ പറയുക, ഒരു അസുഖം, ഒരു എന്താ പറയുക, തളർച്ച ബാധിച്ചിട്ട് അവരിങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന, അതേസമയം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എഴുത്തുകാരിയാണ് മാലിനി ചിപ്പ്. അവരുടെ ഒരു കഥയാണ് ഈ ഒരു എൻട്രിവേഴ്സ് ടു അഡൾട്ട്ഹുഡ്. അവരുടെ ലൈഫിലുണ്ടായ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ എൻട്രിവേഴ്സ് ടു അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. മാലിനി ചിപ്പ്. അപ്പോൾ നമുക്ക് അവരുടെ ആ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഒരു കൊൽക്കത്തയിലാണ് ജനിച്ചത്, ഇന്ത്യയിൽ 1966. മാലിനി ചിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിസബിലിറ്റി റൈറ്റ് ആക്ടിവിസ്റ്റാണ്. അതിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അതുപോലെ തന്നെ വൺ ലിറ്റിൽ ഫിംഗർ അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് വൺ ലിറ്റിൽ ഫിംഗർ, അവരുടെ ആത്മകഥയുടെ പേര്. ഇത് ഭയങ്കര പ്രചോദനമാണ് മറ്റുള്ളവർക്ക്. അവർക്ക് അവർ ജനിക്കുന്ന സമയത്ത് അവർക്ക് ഓക്സിജൻ്റെ ഭയങ്കര ഷോർട്ടേജ് വന്നു. അങ്ങനെ അത് ഒരു തരം തളർച്ചയായിട്ടുള്ള സെറിബ്രൽ പാൽസിക്ക് കാരണമായി. അപ്പം അന്ന് തൊട്ടേ ജന്മന അവർക്ക് തളർച്ച ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തളർച്ച ബാധിച്ചിട്ടുണ്ട്. ഹെർ പാരൻസ് മൂവ് ടു ഇംഗ്ലണ്ട് ആഫ്റ്റർ ഹെർ ബർത്ത് ടു ഗെറ്റ് ബെറ്റർ കെയർ ഫോർ ഹെർ. അപ്പോൾ ഈ കുട്ടി ജനിച്ചതിന് ശേഷം മാലിനി ചിപ്പിൻ്റെ പാരൻസ് ഇംഗ്ലണ്ടിലേക്ക് മാറിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇംഗ്ലണ്ടിൽ കുറച്ചും കൂടെ നല്ലൊരു ചികിത്സ ആ കുട്ടിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ആഫ്റ്റർ ഹെർ ബ്രദർ നിഖിൽ വാസ് ബോൺ, ദ ബ്രദർ മൂവ്ഡ് ബാക്ക് ടു ഇന്ത്യ. അങ്ങനെ ഇംഗ്ലണ്ടിൽ വെച്ച് അവർക്കൊരു ബ്രദറായിട്ടുള്ള നിഖിൽ ജനിച്ചു. അപ്പോൾ അവർ വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ ഇന്ത്യയിലെത്തിയപ്പോൾ ഒരു സ്കൂള് പോലും ഈ ഒരു കുട്ടീനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. ഒരു അഡ്മിഷൻ ഈ കുട്ടിക്ക് ഒരു സ്കൂള് പോലും കൊടുത്തില്ല. ആ ഒരു സമയത്ത് മാലിനി ചിപ്പിൻ്റെ അമ്മയായിട്ടുള്ള മിതു അലൂർ ഒരു സ്കൂൾ സ്റ്റാർട്ടഡ് എ സ്കൂൾ കോൾ. ആ സ്കൂളിന് എന്തായിരുന്നു പേര്? ദ സെൻറ്റർ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. മാലിനി ലേറ്റർ വെൻറ്റ് ടു ഇംഗ്ലണ്ട് ടു അറ്റൻഡ് സെൻറ്റ് തോമസ് ഡെലാരിയു സ്കൂൾ. മാലിനി വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി. അവിടെ സെൻറ്റ് തോമസ് ഡെലാരിയു സ്കൂളിൽ, അതൊരു ബോർഡിംഗ് സ്കൂളാണ്. ഇങ്ങനെ സെറിബ്രൽ പാൽസിയൊക്കെ ഉള്ള ആളുകൾക്ക് ഉള്ള ഒരു സ്കൂളാണ്. പിന്നെ അവർ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ. അങ്ങനെ ഒരു BA ഡിഗ്രി കിട്ടി. പിന്നെ അവർ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് പോയി മാസ്റ്റേഴ്സിനായിട്ട്. 2 PG ഉണ്ട് അവർക്ക്, ഡബിൾ PG ഉണ്ട് അവർക്ക് ലണ്ടനിൽ നിന്ന്. ഒന്ന് ജെൻഡർ സ്റ്റഡീസ്, മറ്റൊരെണ്ണം ലൈബ്രറി സയൻസസ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിൽ അവർ PG നേടി. അതുപോലെ തന്നെ അവർ ഇന്ന് CEO ആണ്. അതുപോലെ തന്നെ അഡാപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ട്രസ്റ്റിയിലെ ആളും കൂടിയാണ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏബിൾ, ഡിസേബിൾഡ്, ഓൾ പീപ്പിൾ ടുഗദർ. അപ്പോൾ അതായത് ഏബിളായിട്ടുള്ളവരും ഡിസേബിളായിട്ടുള്ളവരും ഒരുമിച്ച് നിൽക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയൊരു ഓർഗനൈസേഷനാണത്, അല്ലേ? നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. അപ്പോൾ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെയും നമ്മൾ ഒരുമിച്ച് നിർത്തുകയാണ് വേണ്ടത്, നമ്മുടെ ഒപ്പം നിർത്തുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ മാറ്റി നിർത്തല്ല വേണ്ടത് എന്നൊരു സന്ദേശം കൂടെ ഈ ഒരു ഓർഗനൈസേഷൻ നൽകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫൗണ്ടർ ചെയർപേഴ്സണാണ്. നാഷണൽ അഡാപ്റ്റ് റൈറ്റ്സ് ഗ്രൂപ്പിൻ്റെ ഒരു ചെയർപേഴ്സൺ കൂടെയാണ് അവർ കേട്ടോ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ അവരൊരു അക്കാഡമിക് ലെക്ചറർ, റൈറ്റർ ആൻഡ് റിസർച്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവർ ഒരുപാട് എംപവർമെൻറ്റ് ആൻഡ് സെൻസിറ്റൈസേഷൻ കോഴ്സസ് നടത്തിയിട്ടുണ്ട് ഒരു ഡിസബിലിറ്റീനെ കുറിച്ചിട്ട്. അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി ഒരു ഇൻ്റർനാഷണലും നാഷണലായിട്ട് പേപ്പർ പ്രസൻറ്റേഷനുകൾ നടത്തിയിട്ടുണ്ട്, കോൺഫറൻസസുകളിൽ. മാലിനി ചിപ്പ് ഹാസ് നെവർ ലെറ്റ് സംതിങ് ലൈക്ക് സെറിബ്രൽ പാൽസി സ്റ്റാൻഡ് ഇൻ എ വേ ഓഫ് റീച്ചിങ് ഫോർ വാട്ട് അതേഴ്സ് വുഡ് കൺസിഡർ ഇമ്പോസിബിൾ. അപ്പോൾ ചില ആളുകൾ പറയും ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോരായ്മയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ച രീതിയിൽ അവർക്ക് എത്താൻ പറ്റില്ല, പരിമിതികളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ മാലിനി ചിപ്പിൻ്റെ ലൈഫിൽ അങ്ങനെയല്ലായിരുന്നു. എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതൊക്കെ അവർ എത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ അസുഖം അവർക്ക് ഒരിക്കലും തടസ്സമായിരുന്നില്ല എന്ന് പറയണം. അവരുടെ ആ ഒരു വിൽ പവർ കൊണ്ടാണ് കേട്ടോ. ഇനി പറയുന്നത് എന്താ? ഷീ ഹാസ് ഡൺ ഓൾ ദിസ് ആൻഡ് മോർ ഫ്രം വാട്ട് സീംസ് ലൈക്ക് എ
കൺഫൈനിങ് സ്പേസ് ഹെർ വീൽ ചെയർ. അവർ ചെയ്തത് മുഴുവൻ അവർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒറ്റ സ്ഥലത്തിരുന്നു കൊണ്ടാണ്, വീൽ ചെയറിൽ. നടക്കാനൊന്നും പറ്റില്ല, എന്നിട്ടും അവർ ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കിയെന്ന് പറയണം. ഹെർ ലൈഫ് ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു ഓൾ. അതുകൊണ്ട് തന്നെ പറയാം, അവരുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രചോദനമാണ്. 2011 ദ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് അവാർഡഡ് മാലിനി ചിപ്പ് ദ നാഷണൽ അവാർഡ് ഫോർ എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ ദ കാറ്റഗറി റോൾ മോഡൽ. അവർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സർക്കാർ. 2017 ഓൺ ദ ഒക്കേഷൻ ഓഫ് വേൾഡ് പാൾസി ഡേയിൽ, സെറിബ്രൽ പാൾസി ഡേയിൽ, മാലിനി ചിപ്പ് ഹാസ് ഓണേർഡ് വിത്ത് ദ ഫസ്റ്റ് ഗ്ലോബൽ സെറിബ്രൽ പാൾസി ഡേ അവാർഡ്. അതും കിട്ടി അവർക്ക്. അതിന് ഒരുപാട് അവാർഡുകൾ അവരുടെ ഈ ഒരു ഫീൽഡ് പവർ കൊണ്ട് അവർ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറയണം. ഇനി വൺ ലിറ്റിൽ ഫിംഗർ 2011 എഴുതിയതാണ്. അത് അവരുടെ ഓട്ടോബയോഗ്രഫി ആണെന്ന് പറഞ്ഞു. ഈസ് ദ സ്റ്റോറി ഓഫ് എ വുമൺ. അത് അവരുടെ കഥയാണ്. ഒരു മാലിനി ചിപ്പ് എന്ന് പറഞ്ഞ സ്ത്രീയുടെ കഥയാണ്. ഹു ഡിഫൈഡ് ഓൾ ഓഡ്സ് ടു എമേർജ് വിക്ടറീസ്. തൻ്റെ എല്ലാ പരിമിതികളെക്കൊള്ളും തോൽപ്പിച്ചുകൊണ്ട്, പരിമിതികളെ പിന്നിലാക്കിക്കൊണ്ട് വിജയങ്ങൾ കൈവരിച്ച ഒരു സ്ത്രീയുടെ കഥയാണ്. ഇൻസ്പൈറ്റ് ഓഫ് ക്രിപ്ലിംഗ് ഫിസിക്കൽ ഡിസബിലിറ്റി. ഇങ്ങനൊരു ഡിസബിലിറ്റി അവർ കണക്കാക്കിയതേ ഇല്ല എന്ന് പറയാണ്. ആൻഡ് ആൻ ഇൻസെൻസിറ്റീവ് സൊസൈറ്റി. ഇന്ത്യ എന്ന് പറഞ്ഞ സമൂഹം നല്ലൊരു പ്രചോദനം, നല്ലൊരു സപ്പോർട്ടല്ല ഒരിക്കലും അവർക്ക് കൊടുത്തത്. എന്നിട്ട് ആ സൊസൈറ്റീനെയും ആളുകളെയും മറികടന്നുകൊണ്ട് വിജയിച്ചു എന്ന് പറയാണ്. എ വുമൺ ഹു ഡ്രാഗ്ഡ് ഹെർസെൽഫ് ഔട്ട്. സ്വയം അവർ പുറത്ത് ചാടിച്ചു അവരുടെ കഴിവുകളെ. ഓഫ് ദ ലിമിറ്റേഷൻസ്. പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ദാറ്റ് ഹെർ കണ്ടീഷൻ ഹാസ് ഇമ്പോസ്ഡ് ഓൺ ഹെർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാം, ഈ ഒരു കഥ, ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് മാലിനി ചിപ്സ്. എന്തിൻ്റെ കഥയാണ്? അത് കാണാതെ പഠിക്കണം കേട്ടോ ഈ ഒരു സെൻറ്റൻസ്. ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് മാലിനി ചിപ്സ് സെർച്ച് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഐഡൻറ്റിറ്റി. സ്വാതന്ത്ര്യത്തിൻ്റെയും അതേസമയം വ്യക്തിത്വം കണ്ടെത്താനുള്ളൊരു കഥയാണിത്. ആൻഡ് ഹെർ സീൽ ടു ലിവ് എ ഫുൾ മീനിങ് ലൈഫ്. അതോടൊപ്പം തന്നെ അവരുടെ ആഗ്രഹം, അതുപോലെ അവരുടെ കഠിനാധ്വാനം, ജീവിച്ച് തീർക്കാൻ സന്തോഷവും അർത്ഥമുള്ള ഒരു മുഴുവൻ ജീവിതം. ഡിസ്പൈറ്റ് ലൈഫ് ലോങ് ഡിസബിലിറ്റി. ഇങ്ങനൊരു പോരായ്മ എനിക്കുണ്ട്, അത് ജീവിതകാലം മുഴുവൻ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ച് വിഷമിക്കാതെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്ത അവരുടെ കഥയാണിത്. മാലിനി സഫേഴ്സ് ഫ്രം സെറിബ്രൽ പാൾസി ആൻഡ് ഇമ്പയർമെൻറ്റ് ഓഫ് ബ്രെയിൻ. ശരിക്കും പറഞ്ഞാൽ സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലച്ചോറിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ദാറ്റ് മേക്സ് ബോഡി മൂവ്മെൻറ്റ്സ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. അങ്ങനെ ഒരു തളർച്ച വരികയും ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ് കുറയുകയും ചെയ്യുകയാണ്. ഇൻ ദിസ് ഇൻസ്പിറേഷണൽ ഓട്ടോബയോഗ്രഫി, വൺ ലിറ്റിൽ ഫിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓട്ടോബയോഗ്രഫിയിൽ മാലിനി റിക്കൗണ്ട്സ് ഹർ എക്സ്പീരിയൻസസ്. നമുക്ക് മാലിനി ചിപ്പ് പറഞ്ഞു തരുന്നുണ്ട് അവരുടെ അനുഭവങ്ങൾ. ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്. കുട്ടിക്കാലം തൊട്ട് അവരുടെ യൗവനം വരെ. അതാണ് പറയുന്നത്. ഹെർ സ്ട്രഗിൾസ് ആസ് എ ചൈൽഡ്. ഒരു കുട്ടിയായിരുന്ന സമയത്ത് അവർ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ. ഹെർ ചലഞ്ചസ്. അവരുടെ വെല്ലുവിളികൾ. ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ്. നിരാശകൾ. ആസ് എ യൂത്ത്. ഒരു ചെറുപ്പക്കാരി ആയിരുന്നപ്പോഴും. ആൻഡ് ഹെർ അച്ചീവ്മെൻറ്റ്സ്. അവരുടെ വിജയങ്ങൾ. ആൻഡ് ജോയ്സ്. സന്തോഷങ്ങൾ. ആസ് ആൻ അഡൾട്ട്. അഡൾട്ട്ഹുഡിലേക്ക് കടന്നപ്പോൾ, യൗവനത്തിലേക്ക് കടന്നപ്പോൾ അവരുടെ വിജയങ്ങളും സന്തോഷങ്ങളൊക്കെയാണ് പറയുന്നത്. അതാണ് ആൻഡ്രവസ് ടു അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അതായത് ഇൻ ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ചൈൽഡ്ഹുഡിൻ്റെയും അഡൾട്ട്ഹുഡിൻ്റെയും ഇടയിൽ. അതിലൊരു ചാപ്റ്ററാണ് കേട്ടോ ഈ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, വൺ ലിറ്റിൽ ഫിംഗർ എന്ന് പറഞ്ഞ അവരുടെ ആത്മകഥ. അതിലൊരു ചാപ്റ്ററാണ് എൻട്രിവേഴ്സ് ടു അഡൾട്ട്ഹുഡ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡിസ്കസസ് ദ നെറേറ്റേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു എഴുത്തുകാരി മാലിനി ചിപ്പിൻ്റെ യാത്രയാണ്. എവിടേക്ക്? ടു യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബെർക്ക്ലി. ബെർക്ക്ലിയിലെ ഒരു സർവകലാശാലയിലേക്കുള്ള യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അവരുടെ യാത്രയാണ്. ആൻഡ് ഹൗ മച്ച് ബെർക്ക്ലി ഇൻസ്പയർഡ് ഹെർ. അതുപോലെ തന്നെ ആ ഒരു ബെർക്ക്ലി എന്ന് പറഞ്ഞ ഒരു സിറ്റി, അല്ലെങ്കിൽ ബെർക്ക്ലി എന്ന് പറഞ്ഞ ഒരു അവിടുത്തെ യൂണിവേഴ്സിറ്റി എത്രത്തോളം അവരുടെ ജീവിതം മാറ്റിമറിച്ചു അല്ലെങ്കിൽ പ്രചോദനം ഉണ്ടാക്കി എന്നതും നമുക്ക് ഈ ഒരു ഇതിൽ കാണാം. നമുക്ക് ടെക്സ്റ്റിലേക്ക് കിടക്കാം കേട്ടോ. ഇതൊരു കുറച്ച് ലെങ്തിയാണ്, പക്ഷെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് കേൾക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് പേഴ്സൺ ഞാൻ പറഞ്ഞു, അവരുടെ ഓട്ടോബയോഗ്രഫിയാണ്. അവരുടെ കഥ തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ ഓട്ടോബയോഗ്രഫിയുടെ പേര് വൺ ലിറ്റിൽ ഫിംഗർ എന്നാണ്. അതിൽ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്, ദ എൻട്രിവേഴ്സ് ടു അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ടെക്സ്റ്റ് നോക്കാം. അവർ പറയാണ്, ആഫ്റ്റർ മൈ ഡിഗ്രി. അങ്ങനെ മാലിനി ചിപ്പിൻ്റെ ഡിഗ്രി കഴിഞ്ഞു. ഐ വാണ്ട് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ എ ഷോർട്ട് വിസിറ്റ്. അവർ അമേരിക്കയിലേക്ക് പോവുകയാണ്, ഒരു ചെറിയ വിസിറ്റ് എന്നോണം. ഇൻ 1988.
ഇറ്റ് വാസ് ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. അതൊരു വലിയ അനുഭവമായിരുന്നു എന്ന് പറയാണ്. വൺ ഓഫ് ദ പ്ലേസസ് ഐ വിസിറ്റഡ് വാസ് ബെർക്ക്ലി. അങ്ങനെ അവർ ബെർക്ക്ലി എന്ന് പറഞ്ഞ സ്ഥലം വിസിറ്റ് ചെയ്തു. When visiting the university town of Berkeley, I was pleasantly surprised to find it teeming with electric wheelchairs. അങ്ങനെ ആ സമയത്ത് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുമ്പോൾ ബെർക്ക്ലിയിൽ അവരൊരു സംഭവം കണ്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് വീൽ ചെയേഴ്സ് ഉണ്ടായിരുന്നു. വീൽ ചെയേഴ്സ് അറിയാമല്ലോ, നടക്കാൻ പറ്റാത്ത ഇവരെ ഇങ്ങനെ അസുഖം ബാധിച്ചവർക്ക് ഇരുന്ന് സഞ്ചരിക്കാനുള്ളതാണ്. In fact, these wheelchairs were the order of the day. എന്തോ ഒരു യൂണിവേഴ്സിറ്റി ഒരു ഭാഗമാണ് എന്നോണാണ് ഈ ഒരു വീൽ ചെയേഴ്സ്. വീൽ ചെയേഴ്സ് ഹാഡ് ദ റൈറ്റ് ഓഫ് ദ വേ. വഴിയൊക്കെ ഉണ്ട്, വീൽ ചെയേഴ്സ് മുന്നോട്ട് പോകാനുള്ള റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ ട്രാഫിക് കെയിം ടു ഹാൾട്ട് ജസ്റ്റ് ടു ദം ക്രോസ് ദ റോഡ്. അവിടുത്തെ ട്രാഫിക് പോലും ഈ വീൽ ചെയറിലുള്ള ആളുകൾ ക്രോസ് ചെയ്തിട്ടേ പോവുള്ളൂ, അങ്ങനെയുണ്ടെന്ന് പറയാണ്. ട്രാഫിക് പോലും അതിൽ അലൗഡാണ്. ദ ആക്സബിലിറ്റി വാസ് സ്പ്ലെൻഡിഡ്. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി മാലിനി ചിപ്പിന്. പിന്നെ അവിടുത്തെ വഴികൾ എങ്ങനെയാണ്? ഓൾ ദ പേയ്മെൻറ്റ്സ് വാൻ റാംപ്ഡ് ആൻഡ് ദ കേർബ്സ് റൗണ്ടഡ് മേക്കിംഗ് ഇറ്റ് വെരി ഡിസേബിൾ ഫ്രണ്ട്ലി പ്ലേസ്. അവിടുത്തെ എല്ലാ വഴികളിലും ഈ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ അനുയോജ്യമായ രീതിയിൽ റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ആ വീൽ ചെയർ കുഡ് ഹോപ്പ് ഓൺ ആൻഡ് ഓഫ് വിത്ത് ഈസ്. നല്ല ഈസി ആയിട്ട് വീൽ ചെയർ കൊണ്ടുപോകാം. എവറി പ്ലേസ് വാസ് ആക്സസിബിൾ. എവിടെയും ഇങ്ങനെയുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യും. ബീറ്റ് എ ലൈബ്രറിയിലേക്ക് പോവാം, മ്യൂസിയത്തിലേക്ക് പോവാം, റെസ്റ്റോറൻറ്റ്, ഷോപ്പ്, സ്കൂള്, പബ്ലിക് ടോയ്ലറ്റ്, തിയേറ്റർ, അവിടെയൊക്കെ പോകാനുള്ള എല്ലാ ഫെസിലിറ്റീസും വീൽ ചെയറിലുണ്ട്. ഇൻഡിപെൻഡൻസും ഉണ്ട്, സ്വാതന്ത്ര്യം. സത്യം പറഞ്ഞത് ക്യാമ്പസ് ഈസ് ലൊക്കേറ്റഡ് ഓൺ എ ഹില്ല്. ഈ ഒരു ബെർക്ക്ലിയിലെ ഈ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒരു കുന്നിൻ്റെ മുകളിലാണ്. ആൻഡ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ എ ഡിസേബിൾഡ് പേഴ്സൺ ടു ഹാവ് ആൻ ഇലക്ട്രിക് വീൽ ചെയർ. അതുകൊണ്ട് തന്നെ ആ ഒരു വീൽ ചെയറും കൂടെ കണ്ടപ്പോൾ എത്രത്തോളം സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ബെർക്ക്ലി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് എന്ന് കണ്ടിട്ട് മാലിനി ചിപ്പിന് ഭയങ്കര സന്തോഷം തോന്നി. ബിസൈഡ് മൊബിലിറ്റി ഈ ഗീവ്സ് എ ഡിസേബിൾഡ് പേഴ്സൺ എ സെൻസ് ഓഫ് ഫ്രീഡം. ഒരു സ്വാതന്ത്ര്യമാണ് അവിടെ കൊടുക്കുന്നത്. മേക്കിംഗ് വൺ ഫോർഗെറ്റ് ദാറ്റ് ഹി ഓർ ഷീ കനോട്ട് വാക്ക്. സത്യം പറഞ്ഞാൽ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ സുഖമില്ലാത്ത ആൾ മറന്നുപോവും, ആൾക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യം മറന്നുപോകും എന്ന് പറയാണ്. അപ്പോൾ ഇറ്റ് വാസ് അൺബിലീവബിൾ ഫോർ മീ എന്ന് പറയണം. മാലിനി ചിപ്പിന് ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. കമ്മിങ് ഫ്രോം എ കൺട്രി വെർ മോസ്റ്റ് ബിൽഡിങ്സ് ആർ ടോട്ടലി ഇൻസെസിബിൾ ടു വീൽ ചെയേഴ്സ്. ഇത്രയും അത്ഭുതം മാലിനി ചിപ്പിന് വരാൻ കാരണം മാലിനി ചിപ്പ് വരുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു മിക്ക 90% ബിൽഡിങ്സിലും വീൽ ചെയറിന് കൊണ്ടുപോകാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അനുയോജ്യമല്ല എന്ന് പറയാണ്. ഓഫൺ ഐ ഹാവ് ബീൻ അപ്സെറ്റ് വൈൽ ട്രൈങ് ടു എൻ്റർ 5-star ഹോട്ടൽസ്. അപ്പോൾ മാലിനി ചിപ്പ് പറയാണ്, ഒരു 5-star ഹോട്ടലിൽ പോലും ഇന്ത്യയിൽ ഈ ഒരു വീൽ ചെയർ കൊണ്ടുപോകാനുള്ള സൗകര്യം ഇല്ല എന്ന് പറയാണ്. അതുപോലെ ആർട്ട് ഗാലറീസ്, പാർക്സ് ഒക്കെ ഇന്ത്യയിൽ വീൽ ചെയറിൽ എളുപ്പമല്ല. ടു ഫൈൻഡ് ദാറ്റ് നോ തോട്ട് ഹാസ് ബീൻ ഗിവൻ ടു എ പേഴ്സൺ ഹു കനോട്ട് വാക്ക്. യൂഷ്വലി ഓൾ ദാറ്റ് ഈസ് നീഡഡ് ഈസ് എ റാമ്പ്. അങ്ങനെ ഒരു സ്ഥലത്തും ഇന്ത്യയിൽ ഇങ്ങനെ റാമ്പോ സൗകര്യങ്ങളോ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് ബെർക്ക്ലിയിൽ ഇത്രയും വലിയ സൗകര്യങ്ങൾ കണ്ടപ്പോൾ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഇത്രയും ആ രാജ്യം നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി മാലിനി ചിപ്പിന്. ഇൻ ബെർക്ക്ലി ദർ വാസ് സെവറൽ ഓർഗനൈസേഷൻ ഡീലിംഗ് വിത്ത് ഡിസേബിൾഡ് സ്റ്റുഡൻസ്. ഒരുപാട് ഓർഗനൈസേഷൻസും ഉണ്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ടെന്ന് പറയാണ്. പിന്നെ അവർ വിസിറ്റ് ചെയ്തു ദ സെൻറ്റർ ഫോർ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്. ആ ഒരു സെൻറ്ററിൽ ആ ഒരു സെൻറ്ററിൽ ശരിക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഡിസേബിൾഡ് പീപ്പിളിന് ഓൺ ഹൗ ടു മാനേജ് ദർ ലൈഫ്സ്. എങ്ങനെ ജീവിതം മാനേജ് ചെയ്യണം, എത്ര ഡിസബിലിറ്റീസ് വന്നാലും എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഡിസേബിൾഡ് പീപ്പിൾ ഹാഡ് ഹെൽപ്പ് ഓഫ് മെനി ഡിഫറെൻറ്റ് അറ്റൻഡൻസ്. അവിടുത്തെ പ്രത്യേകത, ബെർക്ക്ലിയിലെ പ്രത്യേകത, അവിടുത്തെ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, എന്തെങ്കിലും ഇങ്ങനെ പോരായ്മകളുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് അറ്റൻഡൻസ് ഉണ്ട്. അവർ സഹായിക്കും അവരുടെ ഡെയിലി ലിവിങ് ഫങ്ഷൻസിൽ. കീപ്പിംഗ് ഇൻ മൈൻഡ് ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളൊക്കെ നോക്കി ചെയ്യുമെന്ന് പറയാണ്. മാലിനി ചിപ്പ് പറയാണ്, ഡാഡ് ആൻഡ് ഐ, അതായത് മാലിനി ചിപ്പും മാലിനി ചിപ്പിൻ്റെ അച്ഛനും കണ്ടു മെനി ഡിസേബിൾഡ് അഡൽട്ട്സ് വിത്ത് മൾട്ടിപ്പിൾ അറ്റൻഡൻസ്. ഒരുപാട് സഹായികളുണ്ട്. വാട്ട് ഐ ഫൗണ്ട് ഹ്യൂജ്ലി അമേസിങ് വേർഡ്സ്. ഇതിൽ അമേസിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസേബിൾഡ് പീപ്പിൾ ദംസെൽസ് വേർ ഇൻ ചാർജ്.
ഈ സഹായിക്കുന്നവരല്ല ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഭരിക്കുന്നത്, മറിച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഇനിയാണ് ഭരിക്കുന്നത്. അവരിനിയാണ് ചാർജ്. വർക്ക് പ്ലേസ്ഡ് ഇൻ പൊസിഷൻസ് ഓഫ് പവർ, അവർക്ക് ഇനിയാണ് പവർ എന്ന് പറയാണ്. ദേ ഹയർഡ് ആൻഡ് ഫയർഡ് ദെയർ പേഴ്സണൽ ഹെൽപ്പേഴ്സ്. പേഴ്സണൽ ഹെൽപ്പേഴ്സിന് വേണമെങ്കിൽ ഇവർക്ക് വഴക്ക് പറയാമെന്ന് പറയാണ്. ഈ പേഴ്സണൽ ഹെൽപ്പേഴ്സിനെ ഇവിടെ അറ്റൻഡൻസ് എന്നാണ് വിളിക്കുക. ഇനി ഐ സോ മെനി ഡിസേബിൾഡ് പീപ്പിൾ ലൈക്ക് മീ. അപ്പോൾ മാലിനി ചിപ്പ് പറയാണ്, ഒരുപാട് ഡിസേബിൾഡ് ആളുകളെ കണ്ടു. കുറേ പേർക്ക് എന്നേക്കാളും മോശം അവസ്ഥയായിരുന്നു. പക്ഷെ അവർക്കൊക്കെ എന്താണ്, പവർ ഉണ്ട്, അധികാരം ഉണ്ടെന്ന് പറയാണ്. പല ഓർഗനൈസേഷൻ്റെയും ഹെഡായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ മാലിനി ചിപ്പിന് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇൻ ബെർക്ക്ലി ഡിസേബിൾഡ് പീപ്പിൾ എന്താണ് പ്രിഫർ ഹയറിങ് ഔട്ട്സൈഡേഴ്സ് ആൻഡ് നോട്ട് ദെയർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഈ ഇവിടുത്തെ പ്രത്യേകത, ബെർക്ക്ലിയിൽ ഇങ്ങനെ അറ്റൻഡൻസിനെ വെക്കില്ലോ, ഇങ്ങനെ സഹായിക്കാനായിട്ട് വെക്കുമ്പോൾ ഒരിക്കലും ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ അടുത്തറിയുന്നവരെയോ വെക്കില്ല. കാരണം അങ്ങനെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദയാ കാരുണ്യത്തിൻ്റെ പേരിലൊക്കെ സഹായിക്കും. അങ്ങനെയുള്ള ദയാ കാരുണ്യമൊന്നും ഇവർക്ക് വേണ്ട. ഇവർക്ക് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ അറിയുന്ന ബന്ധക്കാരെയൊന്നും അറ്റൻഡൻസ് ആയിട്ട് വെക്കില്ല എന്ന് പറയുകയാണ് അവിടെ. ഡിസേബിൾഡ് പീപ്പിൾ ഇൻ ബെർക്ക്ലി ആർഗ്യൂ ദാറ്റ് ഓൾ പീപ്പിൾ ആർ ഇൻഡിപെൻഡൻറ്റ്. ഡിസേബിൾഡ് നമ്മുടെ ബെർക്ക്ലിയിലെ ആളുകൾ എന്താ പറയുന്നത്, എല്ലാ ആളുകളും ഒരു രീതിയിൽ പറഞ്ഞാൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇൻ്റർ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയുന്നു. അവർ പറയുന്നത് ഒരാളും കംപ്ലീറ്റ്ലി എന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല. ഒരാൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ഭൂമിയിൽ ഒറ്റയ്ക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പല കാര്യങ്ങൾക്കും നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് സത്യമാണ് അല്ലേ? ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം നമുക്കൊരു കാർപ്പൻറ്ററിനെ വേണം, പ്ലംബറിനെ വേണം, ഇലക്ട്രീഷ്യൻ, അതൊക്കെ വേണമെങ്കിൽ നമ്മൾ അവരെ ആശ്രയിക്കണം. ഇതൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അതുപോലെ തന്നെ ദ ഡിസേബിൾഡ് ടു, അതുപോലെ തന്നെയാണ് ഡിസേബിളിൻ്റെ കാര്യം. അവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് ചില ആളുകളെ ആശ്രയിക്കൂ എന്ന് പറയണം. അതുകൊണ്ട് തന്നെ എ പേഴ്സണൽ അറ്റൻഡന്റ് ഈസ് റിയലി വൺസ് ഹാൻഡ് ആൻഡ് ലെഗ്സ് ഇൻ ദ ഫോം ഓഫ് അനദർ ഹ്യൂമൻ ബീയിങ്. Disabled people instruct his attendants about the ways and means he would like to be helped. എല്ലാ നിർദ്ദേശങ്ങളും അറ്റൻഡൻസിന് കൊടുക്കുന്നത് ഈ ഡിസേബിൾഡ് തന്നെയാണെന്ന് പറയണം. He is taught how to train his own personal attendant or hire as fire. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ സൊസൈറ്റി ഒരിക്കലും പോസിറ്റീവ് അല്ല എന്ന് പറയണം. എപ്പോഴും ഇങ്ങനെ പോരായ്മകളുള്ള ഡിസേബിൾഡ് ആളുകളെ ഇന്ത്യയിൽ കാണുന്നത് ഒരു സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ്, രണ്ടാം തരക്കാരനായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കത് അനുഭവം ഉണ്ടെന്ന് പറയാണ് മാലിനി ചിപ്പ്. അതുകൊണ്ട് തന്നെ ദിസ് കൈൻഡ് ഓഫ് ഫിലോസഫി വൺ ന്യൂ ടു മീ. അതുകൊണ്ട് തന്നെ ബെർക്ക്ലിയിലുള്ള ഈ ഒരു തത്വചിന്തയും കാര്യങ്ങളൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് മാലിനി ചിപ്പിന് തോന്നിയത്. ദിസ് കൺസെപ്റ്റ് അപ്പീൽ ടു മീ എ ഗ്രേറ്റ് ഡീൽ. ഈ ഒരു കൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമായി മാലിനി ചിപ്പിന്. പക്ഷേ ഇന്ത്യൻ സൊസൈറ്റി എപ്പോഴും സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു അല്ലേ? ഇന്ത്യക്കാർക്കൊക്കെ എപ്പോഴും സമൂഹം ഇവർ പിന്നിലാണ്, ഇവർക്ക് പലതും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്, ഇവർ ഡിപ്പെൻഡൻ്റ് ആണ്, ഹെൽപ്ലെസ് ആണ് എന്നൊക്കെ ചിത്രമാണ്. വൈ, എന്തുകൊണ്ടെന്ന് പറയാണ്. ഡിസേബിൾഡ് പീപ്പിൾ ആർ ഹ്യൂമൻ ബീയിങ്സ്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ സമൂഹമൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ മനുഷ്യരാണ് അല്ലേ? അവർക്ക് ഡിസേബിലിറ്റി ഉണ്ടെങ്കിലും അവർ മനുഷ്യനാണെന്ന് പറയാണ്. പക്ഷേ പലരും ഇന്ത്യയിൽ ശ്രദ്ധിക്കാറില്ല എന്ന് പറയാണ്. ദർ ഫിസിക്കൽ ഡിമാൻഡ്സ്, അവരുടെ ആവശ്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറയണം. അപ്പോൾ ഇത് തന്നെയാണ് ഇന്ത്യയിലുള്ള എന്നെപ്പോലെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്നും അവർ പറയുന്നുണ്ട്. ഓവർ ദ ഇയേഴ്സ് ഐ ഹാവ് ലേൺ ദാറ്റ് എ ഡിസേബിൾഡ് പേഴ്സൺ മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ മെനി പീപ്പിൾ ഫോർ ഹിം ടു ലീഡ് എ സോഷ്യൽ നോർമൽ ലൈഫ്. ഇത് പറയണം, ഒരുപാട് കാര്യങ്ങൾ ആശ്രയിച്ചാൽ മാത്രമേ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് നോർമൽ ലൈഫ് നയിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെ I was after my trip to Berkeley that we decided to get an attendant. അങ്ങനെ ബെർക്ക്ലിയിലുള്ള ഒരു യാത്രയ്ക്ക് ശേഷം അവർ വിചാരിക്കുകയാണ് മാലിനി ചിപ്പിന് എന്തായാലും ഒരു അറ്റൻഡൻറ്റിന്. ആ സമയത്ത് മാലിനി ചിപ്പിൻ്റെ അമ്മ കൽക്കത്തയിലായിരുന്നു. അമ്മയാണ് ഇൻ്റർവ്യൂ, ഒരു നേപ്പാളീസ് വുമണെ ഇൻ്റർവ്യൂ ചെയ്തു. അവർക്ക് നല്ല ഇംഗ്ലീഷൊക്കെ അറിയാം. മായ എന്നായിരുന്നു പേര്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളതാണ്. 40 വയസ്സൊക്കെയാണ് പ്രായം. അവരുടെ ലാസ്റ്റ് എംപ്ലോയേഴ്സ്, അവർ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ മുൻപത്തേക്ക് നല്ല എലൈറ്റ് ഫാമിലീസൊക്കെയാണ് കൽക്കത്ത. അപ്പം നല്ലൊരു സ്ത്രീയാണ് അവർ. അങ്ങനെ മാലിനി ചിപ്പിൻ്റെ ആരായി, അറ്റൻഡൻ്റായി, അതായത് സഹായിക്കാനുള്ള ഒരാൾ. മായ അറൈവ്ഡ് എ മന്ത്. മായ വന്നു. ഷീ ഹാഡ് പ്ലസൻറ്റ് ഡിസ്പൊസിഷൻ ആൻഡ് ഷീ ഗ്രേറ്റ് ഹെൽപ്പ് ടു മൈ മദർ ആൻഡ് പാം. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ് വി ഹാഡ് മെയ്ഡ് ഫോർ അവർ ക്ലോത്ത്സ്.
മായ കെയിം ആൻഡ് ഹെൽപ്ഡ് മീ വിത്ത് മൈ ഡെയിലി ലിവിങ് നീഡ്സ്. സഹായിച്ചു ചിപ്പിനെ. ഇൻ ബെർക്ക്ലി ഡിസേബിൾഡ് പീപ്പിൾ കോൾഡ് ആൻഡ് എയ്ഡ് എ പേഴ്സണൽ അറ്റൻഡൻറ്റ്. ബെർക്ക്ലിയിലെ ഡിസേബിൾഡ് പീപ്പിൾ എയ്ഡിനെ പേഴ്സണൽ അറ്റൻഡൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ മായയ്ക്ക് മാലിനി ചിപ്പിന് 22 വയസ്സായി. ആൻഡ് കുഡ് നോ ലോങ്ങർ ബി ഡിപ്പെൻഡൻറ്റ് ഓൺ മദർ ഫോർ മൈ ഫിസിക്കൽ കെയർ. അപ്പോൾ വിചാരിക്കുകയാണ് 22 വയസ്സൊക്കെ ഇനി എൻ്റെ ശാരീരിക സഹായങ്ങൾക്ക് വേണ്ടി അമ്മേനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ സമയത്താണല്ലോ മായ വന്നത് ഒരു അറ്റൻഡൻ്റായിട്ട്. പിന്നെ മായ നല്ലൊരു കമ്പനിയനായി. മൈ ട്രിപ്പ് ടു US വാസ് ആൻ ഐ ഓപ്പണർ ഫോർ മീ. ആ സമയത്താണ് അവർ വീണ്ടും അമേരിക്കയിലേക്ക് പോയത്. മാലിനി ചിപ്പ് അത് അവരുടെ കണ്ണ് കുറച്ചും കൂടെ തുറന്നു എന്ന് പറയാണ്. ഐ ഹാഡ് നെവർ സീൻ സോ മെനി ഡിസേബിൾഡ് അഡൾട്ട്സ് ഇൻ മൈ ലൈഫ്. ഡിസേബിൾഡ് ആയിട്ടുള്ള കൂടുതൽ അഡൾട്ട്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഇത്രയും ഒരു ഇൻഡിപെൻഡൻറ്റ്, ആരെയും ആശ്രയിക്കാതെ ജീവിതം നയിക്കുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ ഇന്ത്യയിലൊക്കെ. പക്ഷേ അമേരിക്കയിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് പറയാണ്. ഇൻ ബോംബെ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ റയർലി സോ എ ഡിസേബിൾഡ് അഡൾട്ട്. ബോംബെയിലൊക്കെ വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് മെച്യൂരിറ്റി എത്തുമ്പോൾ ഞാൻ കുറച്ചും കൂടെ നോർമൽ ആവുമെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ചോദിക്കാറുണ്ടെന്ന് പറയണം. മൈ മദർ വുഡ് ഓൾവേസ് ആസ്ക്. അമ്മ എപ്പോഴും ചോദിക്കാറുണ്ട്, വെൻ ആർ യു ഗോയിങ് ടു ബി ഇൻഡിപെൻഡൻറ്റ്, എന്നാൽ നീ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താ മാലിനി ചിപ്പ് ഉത്തരം പറഞ്ഞിരുന്നത്? വെൻ ഐ ഗ്രോ അപ്പ് എന്നാണ് ഐ വുഡ് സേ. ആൻഡ് ദാറ്റ് ഈസ് വെൻ. അപ്പോൾ അമ്മ ചോദിക്കും എപ്പോഴാണെന്ന് ചോദിക്കും. പ്ലീസ് ടെൽ മീ സെഡ് മദർ, യു ആർ ഓൾറെഡി 21. എനിക്ക് 21 വയസ്സായില്ലേന്നും ചോദിക്കാറുണ്ടെന്ന് പറയണം. ടുഡേ വെൻ ഐ റിഫ്ലക്റ്റ് ഓൺ പാസ്റ്റ് ഐ റിയലൈസ് ദാറ്റ് മൈ ഗ്രോയിങ് അപ്പ് സ്റ്റാർട്ടഡ് വെൻ ഐ ലെഫ്റ്റ് ഹോം ആൻഡ് വെൻ ടു ഓക്സ്ഫോർഡ്. അപ്പോൾ അവർ പറയാണ് യഥാർത്ഥത്തിൽ അവരുടെ വളർച്ച തുടങ്ങിയത് അവർ വീട് വിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നപ്പോഴാണ്. അതുപോലെ തന്നെ ബെർക്ക്ലി സന്ദർശിച്ചതിന് ശേഷം എന്നൊക്കെ പറയാണ്. അപ്പോൾ അവർക്ക് പിന്നെ തോന്നി ബോംബെയിലേക്ക് തിരിച്ചു വരണ്ട എന്നൊക്കെ തോന്നി. ആ സമയത്താണ് അച്ഛൻ ചോദിക്കുന്നത്, വെറുതെ അച്ഛൻ ചോദിക്കുകയാണ്, മോൾസ് ഷാൽ വി ഗോ ടു ഓക്സ്ഫോർഡ് പോളിടെക്നിക്? ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ്. പഠിപ്പിനായിരിക്കും, വിദ്യാഭ്യാസത്തിന്. ഹി റാങ് അപ്പ് ഓക്സ്ഫോർഡ് പോളിടെക്നിക്. അങ്ങനെ അച്ഛൻ അവിടെ വിളിച്ചു, അങ്ങനെ സംസാരിച്ചു, അങ്ങനെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓക്സ്ഫോർഡിലേക്ക് പോകാനായിട്ട്. ദ പോളിടെക്നിക് ഓഫ് ബ്രിട്ടൻ ഓഫർ എ ടെക്നിക്കലായിട്ട് ട്രെയിനിങ് ആണ് അവിടെ ഉള്ളത്, വിച്ച് യൂണിവേഴ്സിറ്റീസ് ഡിഡ് നോട്ട് ഓഫർ. മറ്റ് യൂണിവേഴ്സിറ്റി ഒന്നും കൊടുക്കില്ല എന്ന് പറയാണ്. പോളിടെക്നിക്സ് ഫോർമലി റെക്കഗ്നൈസ്ഡ് ആസ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പോളിടെക്നിക്സ് ഒക്കെ. ഐ ഫെൽറ്റ് ദാറ്റ് ഐ നീഡ് എ മോർ പ്രാക്ടിക്കൽ ട്രെയിനിങ് വേണമെന്ന് തോന്നിയാണ് ആ ജോലിക്ക് വേണ്ടിയിട്ട്. വിത്ത് മൈ പുവർ സ്പീച്ച്, കാരണം അവർക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഐ തോട്ട് ദാറ്റ് ദ ഫോമർ ട്രെയിനിങ് വുഡ് ഗീവ് മീ ആൻ എഡ്ജ് ഓവർ അതേഴ്സ്. ഫോമർ ട്രെയിനിങ് കൂടി കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് അവർ വിചാരിക്കുകയാണ്. പിന്നെ ഓക്സ്ഫോർഡ് പോളിടെക്നിക്ക് നല്ല കോഴ്സ് പബ്ലിഷിങ്ങിന് അവർ കണ്ടെത്താണ്. ഐ ഡിസൈഡഡ് ടു അപ്ലൈ വിത്ത് ഡാഡ്സ് ഹെൽപ്പ്. അങ്ങനെ അവരെ അപ്ലൈ ചെയ്യുന്നു, അപ്ലിക്കേഷൻ, അങ്ങനെ അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ്. ദ ഇൻ്റർവ്യൂ വാസ് മോസ്റ്റ് ഇൻഫോർമൽ. ഇൻ്റർവ്യൂ ഇൻഫോർമൽ ആയിരുന്നു. ഒരു ചെക്ക്ഡ് ക്രംബിൾഡ് ഷർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ഒരു ഇൻഫോർമൽ ചാറ്റ് പോലെയൊക്കെയായിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ ബോംബെയിലേക്ക് തിരിച്ചു വരികയാണ് വീണ്ടും. ഐ ഡി നോട്ട് ഗിവ് എ സിംഗിൾ തോട്ട്. ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്പാസ്റ്റിക് സൊസൈറ്റിയിലെ വർക്കിലൊക്കെ അവർ മുഴുകി. അങ്ങനെ ഒരു ഇൻറ്റേർണൽ റിക്രിയേഷണൽ ക്ലബ്ബ് അവർ ഈ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊരു അങ്ങനത്തെ ഒരു ക്ലബ്ബ് തുടങ്ങുകയാണ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഏബിൾ ഡിസേബിൾ ഓൾ പീപ്പിൾ ടുഗദർ, രണ്ടുപേരും ഒരുമിച്ച് കൂടാനുള്ള രീതി എന്ന രീതിയിൽ ക്ലബ്ബ് തുടങ്ങി. ഫോർ പീപ്പിൾ കുഡ് മീറ്റ് സോഷ്യലി, ആളുകളായിട്ട് സംസാരിക്കാം. ആസ് ഐ ഫെൽറ്റ് ദർ വാസ് നോട്ട് മച്ച് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ നോൺ ഡിസേബിൾഡ് ആൻഡ് ഡിസേബിൾഡ് പീപ്പിൾ. ഡിസേബിൾഡ് പീപ്പിൾ തമ്മിൽ അതുപോലെ തന്നെ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള സാധാരണക്കാർ തമ്മിൽ വലിയൊരു ഇൻട്രാക്ഷൻ ഇല്ലയെന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി മൈ ഫ്രണ്ട് മാലിനി ചിപ്പിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറയാണ്. സുബിൻ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. ആൻഡ് ഐ തോട്ട് ഓഫ് ദ നെയിം അഡാപ്റ്റ് അറ്റ് ദ സെയിം ടൈം വിച്ച് വാസ് കോയിൻസിഡൻ്റൽ. അങ്ങനെ ഒരു ഫ്രണ്ടായിട്ടുള്ള സുബിനെ കണ്ടുമുട്ടുന്നു യാദൃച്ഛികമായിട്ടെന്നാണ്. അന്ന് പിന്നെ അഡാപ്റ്റ് മെറ്റ് എവറി 2 weeks ജസ്റ്റ് ആസ് സോഷ്യൽ ഫോറംസ്. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ അഡാപ്റ്റിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. അങ്ങനെ സുബിൻ ആൻഡ് മാലിനി ചിപ്പ് ഒരുപാട് സമയം ചിലവഴിച്ചു. അങ്ങനെ അവർ അടുത്തറിഞ്ഞു എന്ന് പറയാണ്. ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ഇംഗ്ലണ്ട് ടു സ്റ്റഡി ചോസർ. സുബിൻ പറയാണ്, എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകണം, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എനിക്ക് ചോസറിനെ പറ്റി പഠിക്കണം. ചോസർ എന്ന് പറഞ്ഞാൽ ജെഫ്രി ചോസർ, 13ാം നൂറ്റാണ്ടിലെ ഒരു വലിയ എഴുത്തുകാരൻ, ഇംഗ്ലീഷ് സാഹിത്യകാരനൊക്കെയാണ് ചോസർ.
അപ്പോൾ മാലിനി ചിപ്പ് ചോദിക്കുകയാണ്, വൈ ഡോണ്ട് യു അപ്ലൈ ടു ഓക്സ്ഫോർഡ്, എന്തുകൊണ്ട് നിനക്ക് അപ്ലൈ ചെയ്തുകൂടാ, അങ്ങനെ സ്കോളർഷിപ്പിന് ട്രൈ ചെയ്തുകൂടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി മോൾസ് എന്ന്, അത് എളുപ്പമല്ലാന്ന് സുബിൻ പറയുകയാണ്. പിന്നെ കമോൺ വൈ ഡോണ്ട് യു അപ്ലൈ ആൻഡ് ഗിവ് എ ഷോട്ട്, അപ്ലൈ ചെയ്യൂ എന്ന് പറയുകയാണ്. അപ്പോൾ സുബിൻ പറഞ്ഞു അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെ സുബിൻ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. മീഷോ എന്ന് പറയുന്ന ഒരാൾ, അത് മാലിനി ചിപ്പിളിൻ്റെ അങ്കിളാണ്, ആ ഒരു ഇൻലാങ് സ്കോളർഷിപ്പ് ബോർഡിലെ അംഗമായിരുന്നു. പക്ഷെ സുബിൻ അതിൻ്റെ ആവശ്യമൊന്നും വന്നിരുന്നില്ല എന്ന് പറയുന്നത്, കാരണം സുബിൻ അത്രയും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അങ്ങനെ സുബിന് അവിടെ അഡ്മിഷൻ കിട്ടി. മോൾസ് ഐ ഗോട്ട് ഇറ്റ്, എനിക്ക് അഡ്മിഷൻ കിട്ടി എന്ന് സുബിൻ സന്തോഷത്തോടു കൂടെ പറയുകയാണ് മാലിനി ചിപ്പിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. മാലിനി ചിപ്പ് തിരിച്ചു പറഞ്ഞു കൺഗ്രാറ്റ്സ് ഐ സെഡ്. പക്ഷെ സുബിൻ പോകുന്ന കാര്യം ആലോചിച്ചപ്പോൾ മാലിനി ചിപ്പിന് സങ്കടവും സന്തോഷമൊക്കെ ഒരുമിച്ച് വന്നു. മൈ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി ലീവിങ് ബോംബെ, എൻ്റെ ഫ്രണ്ട് ബോംബെ വിട്ട് പോവുകയാണ്. ആൻഡ് ഐ ഫെൽറ്റ് ഹാപ്പി ദാറ്റ് ഹിയർ. പക്ഷെ സന്തോഷമുണ്ട്, ഓക്സ്ഫോർഡ് പോലത്തെ യൂണിവേഴ്സിറ്റിയിലാണല്ലോ അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ സുബിൻ ഓക്സ്ഫോർഡിലേക്ക് പോയി. അപ്പോൾ മാലിനി ചിപ്പിന് ഭയങ്കര സങ്കടമായി. അങ്ങനെ അവരവരുടെ വർക്കിൽ മുഴുകിയിരുന്നു, പ്രത്യേകിച്ചും റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പാറ്റിസ്റ്റിക് സൊസൈറ്റിയിൽ. വൺ മോർണിംഗ് ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ദിവസം അവർക്ക് ഒരു ലെറ്റർ വരികയാണ്. ദ ഹെഡിങ് ഓൺ ദ എൻവലപ്പ്, ആ ഒരു ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് പോളിടെക്നിക് എന്നാണ്. അമ്മ ആ ഒരു ലെറ്റർ ഓപ്പൺ ചെയ്തു. ആ ലെറ്ററിൽ എന്താ, ഡിയർ മിസ് ചിപ്പ്, മാലിനി ചിപ്പിനുള്ള ലെറ്ററാണ്. എന്താ പറയുന്നത്, ഐ ഹിയർ ബൈ ഇൻഫോം യു ദാറ്റ് യു ഹാവ് ബീൻ ആക്സെപ്റ്റഡ് ഇൻ ദ പബ്ലിഷിംഗ് കോഴ്സ്. അവിടെ പബ്ലിഷിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നല്ലോ അവരുടെ ആഗ്രഹം, അതിനുള്ള അനുമതി കിട്ടി. ഓൺ റീഡിങ് ദ ലെറ്റർ ഐ ഷ്രിക്ക്ഡ് വിത്ത് ജോയ്, സന്തോഷം കൊണ്ട് അവർ മാലിനി ചിപ്പ് തുള്ളിച്ചാടി. മദർ ഹഗ്ഡ് മീ, അമ്മ കെട്ടിപ്പിടിച്ചു. ആൻഡ് സെഡ് യു മസ്റ്റ് ഗെറ്റ് എ സ്കോളർഷിപ്പ് അതർവൈസ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗോ. എന്തായാലും ഒരു സ്കോളർഷിപ്പ് കിട്ടണം, അല്ലെങ്കിൽ നിനക്ക് പോകാൻ പറ്റില്ല. മദർ ഓൾവേസ് ട്രൈ ടു മേക്ക് മീ സീ ദ റിയാലിറ്റി, അമ്മ എപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ടെന്ന് പറയാണ്. ഐ ക്രോസ്ഡ് മൈ ഫിംഗേഴ്സ്, മാലിനി ചിപ്പ് പ്രാർത്ഥിച്ചു. ഹോപ്പിംഗ് ടു ഗെറ്റ് ദ മണി, പണം കിട്ടാൻ. ഐ വാസ് സ്ലോലി എൻറ്ററിങ് ദ അഡൾട്ട്ഹുഡ്, അവർ പതിയെ പതിയെ യൗവനത്തിലേക്ക് കടക്കായിരുന്നു. ഐ കൗണ്ടഡ് ദ ഡേയ്സ് വെൻ ഐ വുഡ് ബി ഇൻ ഓക്സ്ഫോർഡ്, ആ ഒരു ഓക്സ്ഫോർഡിലെത്തുന്ന ദിവസങ്ങൾ അവർ എണ്ണി. ഐ വാസ് നോട്ട് ഷുവർ വെദർ ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ബീയിങ് ആൻ ഓക്സ്ഫോർഡ് ഓർ ബീയിങ് വിത്ത് സുബിൻ. ഉറപ്പില്ല അവിടെ എത്തിച്ചേരാൻ പറ്റും, സുബിനെ കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല എന്ന് അവർ പറയാണ്. ഐ വാസ് നോട്ട് ഷുവർ, ഉറപ്പില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇവിടെ ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ പറ്റുക, ഇങ്ങനെ അസുഖം അനുഭവിക്കുന്നവരെ, ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് പരിമിതികളുള്ളവരെ സമൂഹം ഒരിക്കലും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഇന്ത്യൻ സമൂഹം ഒരുമിച്ച് നിർത്തുന്നില്ല, അവരെ രണ്ടാമതായിട്ട് മാറ്റി നിർത്തുന്നു. ആ സമയത്ത് അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു വീൽ ചെയറൊക്കെ എടുത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാനുള്ള ഇന്ത്യയിൽ അതിനുള്ള സൗകര്യമില്ല, അതൊക്കെ. പിന്നെ ആ സമയത്ത് അവരനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളും കാര്യങ്ങളും, അവർക്ക് പ്രചോദനം ആവേണ്ട സമയത്ത് നമ്മളവരെ പിന്മാറ്റി നിർത്തുന്നത്, പല പല തീംസ്. അതേസമയം ബെർക്ക്ലിയിലും പുറത്തൊക്കെ, പ്രത്യേകിച്ചും ഇംഗ്ലണ്ട്, USA പോലത്തെ രാജ്യങ്ങളിൽ അവരിങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റും. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ അത്. ഓക്കെ, താങ്ക് യു.